നമസ്കാരം. ദക്ഷിണ കാശിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടിയൂര് വളരെ പ്രൗഢഗംഭീരമായിട്ട് വൈശാഖ മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ കൊട്ടിയൂരപ്പനെ കാണാനും അനുഗ്രഹം നേടാനും ഒക്കെ ആയിട്ട് കൊട്ടിയൂരിന്റെ മണ്ണിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് കൊട്ടിയൂർ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം ഒരുപാട് ഭക്തജനങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നടയിലേക്ക് എത്തി ആ ഒരു ദർശന സായുജ്യം നേടി പോകുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൊട്ടിയൂര് ദർശനത്തിനെത്തുന്ന ദൂരദേശങ്ങളിൽ നിന്നും കൊട്ടിയൂർ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ യാത്ര, ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിങ്ങളുടെ യാത്ര അതനുസരിച്ച് ചിട്ടപ്പെടുത്തി ഈ പറയുന്ന ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിച്ച് പോകാൻ സാധിക്കും. മഹാക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കണ്ണൂർ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷേത്ര സമുച്ചയങ്ങൾ, ഒരുപാട് ക്ഷേത്ര സ്ഥാനങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന കണ്ണൂരും കൊട്ടിയൂരിനടുത്തൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് മണത്തണയിലുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. ഞാൻ മുന്നേ ഐതിഹ്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് മണത്തണ. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് സപ്തമാതൃപുരത്തുള്ള ചപ്പാരം ക്ഷേത്രം. അപ്പോൾ കൊട്ടിയൂർ സന്ദർശനം നടത്തുന്നവർക്ക് സാധിക്കുമെങ്കിൽ ചപ്പാരം ക്ഷേത്രത്തിൽ കൂടി സന്ദർശനം നടത്തുന്നത് ഏറ്റവും ഉചിതമായിട്ട് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ചപ്പാരം ക്ഷേത്രം മാത്രമല്ല, മണത്തറയിൽ വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് സന്ദർശനം നടത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം, കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. അതായത് 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് ഈ പറയുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ദർശനം നടത്താനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള തിരുനെല്ലി ക്ഷേത്രമാണ്. തിരുനെല്ലി വൈഷ്ണവ ആരാധനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. തിരുനെല്ലി പെരുമാളെ കണ്ട് ദർശിക്കാനും അവിടെ പാപനാശിനി എന്ന് പറയുന്ന ഒരു പുണ്യജലസ്ഥാനമുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്നാനം ചെയ്യാനും ഒക്കെ സാധിക്കും. ബലിതർപ്പണത്തിനൊക്കെ ഏറ്റവും പേര് കേട്ട സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം. അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കൊട്ടിയൂർ സന്ദർശനത്തിന്റെ കൂടെ സന്ദർശിക്കാവുന്ന ക്ഷേത്രങ്ങളാണ്. മറ്റു ക്ഷേത്രങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്കറിയുന്ന, കണ്ണൂരുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും, നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.